ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് ഈ ജാമ്യ ഹർജി നീട്ടിയിരിക്കുന്നു, അതായത് പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂരിന് യാതൊരുവിധ പ്രത്യേകതയുമില്ല. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നുകൊണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കൊക്കെ ഹൈക്കോടതി ദിലീപിനെതിരെ രംഗത്ത് വന്നത്. ഇതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല, അദ്ദേഹം ചൊവ്വാഴ്ച പരിഗണിച്ചാൽ മതി. പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് പോലും നിയമ വിദഗ്ധർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് ഈ കേസ് മാറ്റിയെങ്കിൽ പോലും 3 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്തായത് ഒരു ഈ പറയുന്ന പോലെ കടന്നു പിടിക്കുകയോ ലൈംഗികപരമായിട്ടുള്ള നേരിട്ടുള്ള അബ്യൂസിങ് നടത്തുകയോ ഒന്നും ആയിരുന്നില്ല. ഈ വേർബലായിട്ടുള്ള, അതായത് വാക്കുകൾ കൊണ്ട് അശ്ലീലം പരാമർശം നടത്തി, സമ്മതമില്ലാതെ കയ്യിൽ കടന്നു പിടിച്ചു എന്നും പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്. പക്ഷെ അതിന് എത്രത്തോളം, അതായത് ഈ ബോബി കൈ നീട്ടിയപ്പോൾ ഹണി ബോബി കൈ നീട്ടിയപ്പോൾ ഹണിയും കൈ നീട്ടി, അങ്ങനെയാണ് പിടിച്ചത് എന്ന് വക്കീൽ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽസ് ഹാജരാക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് അന്ന് പരാതിയില്ല, അതായത് ഈ സമ്മതമില്ലാതെ കയ്യിൽ കയറി പിടിച്ചു എന്ന പരാതി അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പരാതിക്ക് ബലം വെക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു പരാതി കൂട്ടിച്ചേർത്തത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം ശരിയാണ്, അശ്ലീല പരാമർശം നടന്നത് ശരിയാണ്, ദ്വയാർത്ഥ പരാമർശം നടന്നത് ശരിയാണ് എന്ന് പറയുകയല്ല. പക്ഷേ ഇവിടെ ഏതൊരു പൗരനും അനുവദിക്കേണ്ട ഒരു നിയമത്തിൻ്റെ ആനുകൂല്യമുണ്ട്, ഒരു പ്രതിക്ക് കിട്ടേണ്ട ആനുകൂല്യമുണ്ട്. ഇപ്പം തെറ്റ് ചെയ്താൽ, ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത ഒരാളെ തിരിച്ച് ഇപ്പം ഈ ബലാത്സംഗവും റേപ്പും അല്ലെങ്കിൽ കൊലപാതകവും ഒന്നും അല്ലാത്ത മറ്റു കുറ്റങ്ങളിൽ അവരെ നമ്മൾ തിരുത്തി എടുക്കുക എന്നുള്ളത് തന്നെയാണ് നിയമത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ഈ റേപ്പ് കേസ് പ്രതികളെ പോലും കോടതി ജീവപര്യന്തം ശിക്ഷിക്കുകയും എന്നിട്ട് നല്ല നടപ്പിനെ പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരെ തിരുത്തി സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടാണ്. കൊലപാതക കേസുകളിൽ പോലും നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബോച്ചയുടെ കാര്യത്തിൽ ബോച്ച ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള ബോച്ചയ്ക്ക് നിർബന്ധമായും കിട്ടേണ്ട ഒരു ബെയിലാണ് 3 വർഷത്തിൽ താഴെയുള്ള ഒരു കേസിന് ഇത്രയധികം ദിവസമൊക്കെ ജയിലിനകത്ത് കിടക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. സിമ്പിളായി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ കൊണ്ടുപോയി ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കുന്ന കോടതികൾ എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾക്ക് ജാമ്യം അനുവദിക്കുന്നത് എന്നൊരു സംശയം ഈ പറയുന്ന നിയമവിദഗ്ധർക്കിടയിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ശരിയാണ് എന്നുള്ള നിലയിലാണ് ചില നിയമവിദഗ്ധരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഹൈക്കോടതിയുടെ വിവേചന അധികാരമാണ്. നമുക്കതിൽ ഇടപെടാൻ യാതൊരു നിർവാഹവുമില്ല, നമുക്കതിനെതിരെ പറയാനും നിർവാഹമില്ല. അതുകൊണ്ട് അതവിടെ മാറ്റിവെക്കാം. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി, അതായത് ഈ വർഷങ്ങൾ, അതായത് ഒരുപാട് വർഷങ്ങൾ എടുക്കുന്ന ചില കേസുകൾക്കകത്ത് പോലും ഒരു 6-7 വർഷമൊക്കെ ശിക്ഷ കിട്ടാവുന്ന കേസുകൾക്കകത്ത് പോലും ഹൈക്കോടതി ജാമ്യം നൽകിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു പ്രമുഖ നടൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ പോയിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഏതാ കേസ്? ബലാത്സംഗമാണ് കേസ്. ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ ക്രൂരമായി റാപ്പ് ചെയ്തു എന്നുള്ളതാണ് കേസ്. ആ കേസിനകത്ത് കൃത്യമായി ചില ക്രൈറ്റീരിയാസ് ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഒരാൾക്ക് ജാമ്യം എന്ന് പറയുന്നത് ഏതൊരു കേസിനകത്തും സുപ്രീം കോടതിയുടെ ഇപ്പം അടുത്ത് ഏറ്റവും പുതിയതായി വന്ന ഒരു വിധിയിൽ പറയുന്നത് ജാമ്യം എങ്ങനെ നൽകരുത് എന്നതല്ല, ജാമ്യം എങ്ങനെ നൽകാം എന്നതാണ് കോടതികൾ പരിഗണിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. പക്ഷേ പലപ്പോഴും നമ്മുടെ കോടതികളൊക്കെ ഈ പറയുന്ന സമൂഹം പറയുന്നത് പോലെ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇപ്പം ഓൺലൈൻ മീഡിയാസ്, മാധ്യമങ്ങൾ, അങ്ങനെ പല മീഡിയാസിൻ്റെയും ഒക്കെ ഒരു പ്രഷറിൻ്റെ ഫലമായിട്ട് അത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഈയിടെ ഒരു ചർച്ചയിൽ, അതായത് മറ്റൊരു ഓൺലൈൻ മീഡിയയുടെ ചർച്ചയിൽ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയിക്കാം. നമുക്ക് ആരെയും അങ്ങനെ ഉറപ്പൊന്നും പറയാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ അത്തരത്തിലൊരു സാധ്യതയിലേക്ക് പോകുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ജാമ്യം നൽകണം എന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരമൊരു കേസിൽ എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി ഞാൻ ഒരു വശം കൂടി പറയാം. അതായത് ഇവിടെ എത്രയോ അധികം ആളുകൾ, ഒരു SFIയുടെ നേതാവ്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന PM ആർഷോ എന്ന് പറയുന്ന നേതാവ് ഒരു മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിൽപ്പെട്ട CPIയുടെ മുന്നണിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള AISFൻ്റെ നേതാവിനോട് പറഞ്ഞത്, വനിതാ നേതാവിനോട് പറഞ്ഞത് അത്രമേൽ വൃത്തികേടാണ്. അതായത് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് ജാതി പറഞ്ഞ് അവരോട് പറഞ്ഞത് ഒരു നികൃഷ്ടമായ പദപ്രയോഗമാണ് നടത്തിയത്. ആർഷോ ഇന്ന് എവിടെയാണ്? ജയിലിലാണോ? ആർഷോ ജയിലിലല്ല. ഇതുപോലെ തന്നെ
തിരിച്ച് ഓരോ ആളുകളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, അതായത് ഈ കേസിനകത്ത് പിന്നെ ഞാൻ ഒരു ഉദാഹരണത്തിന് മാത്രമാണ് ഹർഷയുടെ കേസ് പറഞ്ഞത്, അങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മറ്റ് പല ആളുകളുടെയും ഒക്കെ കേസെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് വരുന്ന സമയത്ത് ഇവരൊക്കെ ജയിലിലാണോ എന്നുള്ള ചോദ്യമുണ്ട്. മുകേഷ് MLA-ക്കെതിരെ പീഡന കേസ് വന്നു, ജയിലിലാണോ? അല്ല. പലതരത്തിൽ ഇപ്പോഴുള്ള പല മന്ത്രിമാർക്കെതിരെ പ്രശ്നം വന്നു, ജയിലിലാണോ? അല്ല. ഇവരൊന്നും തന്നെ ഈ കാര്യത്തിൽ കൊണ്ടൊന്നും ജയിലിലാവുന്നില്ല. ചില സമയങ്ങളിൽ നമ്മുടെ പോലീസ് കണ്ണടയ്ക്കും. ഈ തിരുവനന്തപുരത്ത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ വേദി കെട്ടിയിട്ട് അവിടെ കാറ്, അതെ അവിടെ അത് ഹാജരാകാൻ പറഞ്ഞു, പക്ഷെ അവിടെ കാറ് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നില്ലേ? അവിടെ കാറ് തന്നെ ആളുകൾ പോകണമെന്നാണ് ചോദിച്ചത്. ആരോട്? പിന്നെ വിജയരാഘവൻ ചോദിച്ചത്. അവിടെ ഒന്നും കേസെടുക്കാൻ പോലീസിന് ഇത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ശ്രമങ്ങളോ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് കേസെടുക്കുന്ന നടപടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബോച്ചെ എന്താണ്? ബോച്ചെ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹം ചെയ്ത തെറ്റിനെ ഞാൻ ഓൺ ചെയ്യുന്നില്ല, ഞാൻ ആദ്യമേ പറയുന്നത് അദ്ദേഹം ചെയ്ത തെറ്റാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ മറുവശം കൂടി നമ്മൾ പറയണമല്ലോ. ഹണി റോസിന് നീതി കിട്ടണം. അവർ പറയുന്നത് 100% ശരിയാണ്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്നതനുസരിച്ച്. അതുകൊണ്ട് അതിനെ മറ്റുള്ളവർ ചേർന്നുകൊണ്ട് നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണം, നിങ്ങൾ ഇങ്ങനെ നടക്കാവൂ എന്ന് പറയുന്ന കുറേ ഞരമ്പോളി ആളുകളോട് പോകാൻ പറയുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല. പക്ഷേ ബോച്ചയുടെ കേസിനപ്പുറത്ത് മറുവശം കൂടി ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്കൊക്കെ ഒരു കാര്യമുണ്ട്. അതായത് ഈ നമ്മൾ പറയുമല്ലോ ബൂർഷുകൾക്കെതിരെ നടപടിയെടുത്തു എന്നൊക്കെ പറയുമല്ലോ. ഇപ്പം ബോച്ചയ്ക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നടപടി എടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ബോച്ചെ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ബൂർഷയാണ്. ആ ബൂർഷയ്ക്കെതിരെ ഞങ്ങൾ ഏറ്റവും ശക്തനെതിരെ ഞങ്ങൾ നടപടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ശക്തി? ഈ പറയുന്നത് പോലെ സിനിമാ മേഖലയിലുള്ള എത്രയോ ആളുകൾക്കെതിരെ, രാഷ്ട്രീയ മേഖലയിലുള്ള എത്രയോ ആളുകൾക്കെതിരെ, CPM-ന്റെ തന്നെ പല പ്രമുഖ നേതാക്കന്മാർക്കെതിരെ തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് രേഖപ്പെടുത്തി എഴുതി കൊടുത്ത് അത് കണ്ട് കേരള പോലീസ് ഇങ്ങനെ കയ്യും കെട്ടി നിന്നിടത്ത് നിന്നാണ് ഈ പറയുന്ന ബോച്ചയൊക്കെ പിടിച്ച് അകത്തിടുന്നത്. പക്ഷെ ബോച്ചയെ പിടിച്ച് അകത്തിടണം, ഒരു സംശയവുമില്ല. പക്ഷേ ജാമ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന് കുറച്ച് നീതി നിഷേധമാണോ ഉണ്ടായത് എന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ തീരുമാനിക്കേണ്ടത് നമ്മളല്ലാത്തതുകൊണ്ട് എനിക്കെൻ്റെ അഭിപ്രായം പറയാം. പക്ഷെ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് മുന്നിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത്, അത് അവർ തീരുമാനിക്കട്ടെ.